യെസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ two particles are located at equal distance from origin. Position vectors of those are represented by something, something, something. Respectively, both vectors are at right angle to each other. The value of n raised to minus 1 is here. രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞ് ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്നും പറഞ്ഞു. ഇപ്പം രണ്ട് കാര്യം. രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റിയ സാധനം എന്താ? ദെയർ ഡോട്ട് പ്രൊഡക്റ്റ് ഷുഡ് ബി 0 അല്ലേ? ഡോട്ട് പ്രൊഡക്റ്റ് സിമിലർ കോഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഐ ക്യാപ്പ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 2 4. ജെ ക്യാപ്പ് മൾട്ടിപ്ലൈ ചെയ്താൽ 3n - 2 അപ്പോൾ 6n. ജെ ക്യാപ്പ് കെ ക്യാപ്പ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 4 8p. യെസ്, 8p ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഫൈൻ. അപ്പോൾ n അല്ലേ വേണ്ട നമുക്ക്, അപ്പോൾ p അറിയണം. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യാം? ഇവിടെ ക്വസ്റ്റ്യൻ അടുത്തൊരു കാര്യം പറയുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ ആണ്. ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ വാല്യൂ സെയിം ആയിരിക്കണം. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. യെസ്, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വരുമ്പോൾ റൂട്ട്. യെസ്, അപ്പം 2 സ്ക്വയർ പ്ലസ് 3n സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 2 സ്ക്വയർ റൂട്ടിൻ്റെ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 4p സ്ക്വയർ. അപ്പോൾ റൂട്ടൊക്കെ അങ്ങ് ഒഴിവായി കഴിഞ്ഞാൽ ഇത് 4ഉം 4ഉം 8. 8 plus 9n square that is equal to ഇത് 4 4ഉം ഇതും 8 plus 16p square. this got cancelled. അപ്പോൾ p square is equal to എന്ത് കിട്ടി? 9n square by 16. അപ്പോൾ p എന്ന് പറഞ്ഞത് 3n/4. അത് ഇവിടെ അങ്ങോട്ട് കൊടുത്താൽ 4 മൈനസ് 6n പ്ലസ് n അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 8 into 3n/4 is equal to 0. അപ്പോൾ 4 മൈനസ് 6n ഇതിപ്പോൾ 3 പ്ലസ് 6n is equal to 0 വരും. യെസ്, അങ്ങനെ കൊടുത്താൽ 4 is equal to 0 വരും. അപ്പോൾ ഇവിടെ ചെറിയ രണ്ട് ഇത് പ്ലസ് ഓർ മൈനസ് ഉണ്ടല്ലോ. അപ്പം നമുക്കിവിടെ മൈനസ് കൊടുത്താൽ അപ്പോൾ ശരിയായിക്കോളും. അപ്പോൾ അതെന്ത് വരും? 4 മൈനസ് 12n is equal to 0. അപ്പോൾ 12n is equal to what? 4. അപ്പോൾ n is equal to 1/3 വരും. അപ്പോൾ n raised to -1 ആണ് ചോദിച്ചത്. അപ്പോൾ n raised to -1 is equal to 3 വരും. യെസ്, അപ്പോൾ ന്യൂമറിക്കൽ ആൻസർ എന്ത് വരണം? ഹിയർ ഇറ്റ് ഈസ് what? 3. ഫൈൻ. യെസ്.